കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആരോ വന്നിട്ട് കമൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു വിയറ്റ്നാം എയറിൽ ജീവനോടെ ഉണ്ടോ ഇല്ലെന്ന്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, വിയറ്റ്നാം എയർലി പ്ലാവ് ജീവനോടെ ഉണ്ടോ അതോ ഇവിടുന്ന് പോയോ ഉണങ്ങിപ്പോയോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് വിത്തുകൾ ഗ്രോ ബാഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടൈപ്പ് വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്ക് വിയറ്റ്നാം എയർലി പ്ലാവിൻ്റെ അടുത്തോട്ട് ഉണ്ടോ ഇല്ലയോ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ വിയറ്റ്നാം എയർലി പ്ലാവ് നമ്മൾ നട്ടതെന്ന് പറഞ്ഞാൽ 2023 ജൂൺ 5-നായിരുന്നു നട്ടത്. അപ്പം കറക്റ്റായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ അച്ചായൻ എയർഫോഴ്സിൽ നിന്നും റിട്ടയർ ചെയ്ത സമയത്താണ്. മെയ് 31-നായിരുന്നു റിട്ടയർ ചെയ്തത്, 2023 മെയ് 31. അപ്പോൾ ആ ദിവസം തന്നെ ഒരു പെട്ടി ഓട്ടോക്കാരൻ ഇവിടെ നമുക്ക് കൊണ്ടുവന്ന ഒരു നഴ്സറിക്കാരൻ കൊണ്ടുവന്നതായ വിയറ്റ്നാം എയർലി പ്ലാവായിരുന്നു. അത് നമ്മൾ ആ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നാണ് നമ്മളത് നട്ടത്. ആ നട്ട വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മുതലേ കുറച്ച് പേർക്കൊക്കെ ഡൗട്ടുണ്ട്, ഇവർ പറയുന്നത് ഉള്ളതാണോ, 4-ാം മാസത്തിൽ ചക്ക പിടിച്ചു പഴുത്തു കട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഉള്ളയാണോ ഇല്ലയോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പം കണ്ട നമ്മുടെ വിയറ്റ്നാം എയർലി പ്ലാവ് ഈ പെങ്കൊച്ച് ഇത്രയും അങ്ങ് വളർന്നു. നോക്കിക്കുക എന്തുമാത്രം പൊക്കത്തിൽ പോയെന്നറിയാമോ. അപ്പോൾ ഇതിനകത്ത് കായുണ്ടോ എന്നുള്ളതാണ് ഇനി, ചക്ക ഉണ്ടോ എന്നുള്ളതാണ് ഇനി അടുത്തത്. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് നോക്കിക്കേ, ഇഷ്ടം പോലെ ചക്ക നമുക്ക് പിടിച്ച് നിൽപ്പുണ്ടേ. കൂടുതൽ നമ്മൾ കൈ കൊണ്ടൊന്നും ഇട്ടതിനെ ഇതാക്കണ്ട. കണ്ടോ, ഇവിടെ എല്ലാം പിടിച്ചിട്ടുണ്ട്. നമുക്ക് തുടുപ്പ് കാണുമ്പോൾ അറിയാം, തുടുപ്പിന് നല്ല കനം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിടിച്ച് കിട്ടും. അതല്ല കനം കുറവാണെന്നുണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ മേലോട്ട് കണ്ടോ, ഇവിടെ എല്ലാം പിടിച്ച് നിൽപ്പുണ്ട്. പിന്നെ മേലോട്ട് നോക്കുമ്പോൾ അവരൊന്ന് ചിരിച്ച് കാണിക്കുന്നുണ്ടോ. ഞാൻ മണ്ടയൊക്കെ വെട്ടണ്ടായോ എന്നൊക്കെ കരുതി നിന്നപ്പോൾ ഇപ്പോൾ അവരെന്നെ കളിയാക്കി നിന്ന് ചിരിക്കുന്നമാരും ഉണ്ട് കേട്ടോ. മേലോട്ട് നോക്കുമ്പോൾ അവിടെ എല്ലാം ചക്ക പിടിച്ച് പോകുന്നുണ്ട്. ഒരു 5-6 ചക്ക മേളിൽ കുഞ്ഞു കമ്പിനകത്ത് പിടിച്ച് നിൽക്കുക. പക്ഷേങ്കിൽ ഞാനൊന്നും അതിന് ചെറിയ വിയറ്റ്നാം എയർലി പ്ലാവാണെന്നുണ്ടെങ്കിലും അതിനെ ഒന്നും ഞാൻ വെട്ടി മാറ്റുന്നില്ല. നമുക്ക് പിടിക്കുന്നത് പിടിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ അങ്ങ് നിർത്തിയിരിക്കുകയാണ്. ഇതുവരെയും ഇതിൻ്റെ കൊമ്പുകളും മുകളിലോട്ടുള്ള കൊമ്പുകളൊന്നും നമ്മൾ വെട്ടിക്കൊടുത്തിട്ടുമില്ല. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ മണ്ടയൊക്കെ വെട്ടിക്കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് നിൽക്കുന്നുണ്ട്, കാ പിടിക്കുന്നുണ്ട്, അതെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. അപ്പം ഞാനും ഇവിടെ കൊണ്ടുവച്ചപ്പോൾ ഉള്ള തൈൻ്റെ കനമൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നു. വളരെ കനം കുറവ്, ഇതിനേക്കാൾ ഒരു സ്വല്പം കൂടെ കനം ഉണ്ടായിരുന്നു ഈ കമ്പിനേക്കാളും. ഇപ്പോഴാണ് ഇവിടെ ഇത്രയും നന്നായിട്ട് വളർന്നത്. അപ്പം നന്നായിട്ട് നമ്മൾ വളവും വെള്ളമൊക്കെ കൊടുക്കുന്നതിൻ്റെ ഗുണം കൊണ്ടാണ് നന്നായിട്ട് ഇങ്ങനെ വളർന്ന് വന്നത്. അപ്പം 4-ാമത്തെ പ്രാവശ്യമാണ് ഇതിനകത്ത് കാ പിടിക്കുന്നത്. ഇപ്പം അവസാനം പിടിച്ചത് ഞാൻ വീണ് കിടന്നപ്പോഴായിരുന്നു. എബിൻ ചക്കയൊക്കെ വെട്ടിയത് സ്ഥിരം കാണുന്നവരൊക്കെ അറിയായിരിക്കും. നല്ല ഒന്നാന്തരം ചക്കപ്പഴമൊക്കെ നമ്മൾ കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പിടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു 10 ചക്കയോളം ഇതിനകത്ത് ഇപ്പം പിടിച്ചിട്ടുണ്ട്. മുകളിലോട്ടെല്ലാം നിൽപ്പുണ്ട് കണ്ടോ. ഇവൻ കാണുന്നുണ്ടോ നിൽക്കുന്നത് കണ്ടോ. എല്ലാ കമ്പിലും ഇങ്ങനെ മേലോട്ട് നിൽക്കുക. ഒരു സുപ്രഭാതം നമ്മൾ വന്ന് നോക്കിയപ്പം കാണാം, മേലോട്ട് നോക്കുമ്പോൾ നമ്മളങ്ങ് അതിശയപ്പെട്ടു, ഈ മേളിലെല്ലാം ഇങ്ങനെ ചക്ക നിൽക്കുന്നു. അപ്പോൾ ഇനി സത്യം പറഞ്ഞാൽ ഇതിനെ ഇവിടെ കയറ് കെട്ടി ഇങ്ങനെ നിർത്തിയിരിക്കുക. അഥവാ കാറ്റത്തെങ്ങാനും വീണു പോയാലോ ഒടിഞ്ഞു പോയാലോ എന്നൊരു വിഷമമുണ്ട്. ഞാൻ 2 കയറ് കണ്ട് ഇവിടെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഒന്ന് ഇവിടെയും ഒന്ന് മുകളിലുമായിട്ടൊക്കെ കെട്ടിക്കൊടുത്തൊക്കെ നിർത്തിയിരിക്കുക. ഇതിന് കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ചാണകപ്പൊടി, പിന്നെ സൂപ്പർ മീലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതായ സ്ലറികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെന്താണ് ഇതിനകത്ത് പറയാനുള്ളത്, ഇപ്പം അങ്ങനെയൊക്കെ വളം കൊടുക്കുന്നത് കൊണ്ടും വെള്ളം കൊടുക്കുന്നത് കൊണ്ടും നന്നായിട്ട് കായൊക്കെ പിടിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പറയാറുണ്ട് നമ്മുടെ പ്ലാവ് ഉണങ്ങിപ്പോയി എന്നൊക്കെ. അപ്പോൾ അന്നേരം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡോളോമൈറ്റൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇച്ചിരി 1-2 സ്പൂൺ അതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നട്ട വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അല്ലേ. ഞാനും പപ്പയും കൂടെ ആയിരുന്നു, അച്ഛനും കൂടെ ആയിരുന്നു ഇവിടെ ഈ പ്ലാവ് നട്ടത്. എബിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ആണ് ഈ പ്ലാവ് നട്ടത്. ചിലർ പറയും നമ്മൾ വെറുതെ കള്ളം പറയുക, 4-ാം മാസത്തിലൊന്നും ചക്ക എടുത്താൻ പറ്റത്തില്ല എന്ന്. പക്ഷെ നമ്മുടെ പ്ലാവ് ഒരു 1.5-2 വർഷം പ്രായമുള്ള ടൈപ്പ് ആയിരുന്നു. എന്നാലും അധികം കനമൊന്നും ഇല്ലായിരുന്നു പ്ലാവിന്. പക്ഷേ 4 മാസം ആയപ്പോഴത്തേക്കും നമ്മളതിൽ നിന്ന് പഴുത്ത ചക്ക നമ്മൾ അടത്തിയെന്നുള്ളതാണ് രസം. പിന്നെ ഇന്ന് വരെയും നമുക്ക് ഇതിനകത്ത് ചക്ക പിടിക്കാതെ ഇരുന്നിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ഇതിനകത്ത് ചക്ക പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മമ്മി കൊച്ചുപിള്ളേരെ നോക്കുന്ന പോലെ എല്ലാത്തിനും കുപ്പിപ്പാൽ കൊടുക്കുന്ന പോലെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും നല്ലതായിട്ട് ഇരിക്കുന്നത്. നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ ഇതുപോലെ നമുക്ക് വിളവ് കിട്ടത്തുള്ളൂ.
അത് പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് മരം ആണെങ്കിലും നമ്മുടെ കൊച്ചുങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഒരു കൈത്തീറ്റയൊക്കെ കൊടുക്കണം. അപ്പോൾ നല്ല ചക്കപ്പഴം നല്ല മണമാണ് അല്ലേ? സാധാരണ ഇവിടെ ഉണ്ടാകുന്ന ചക്കയും കൈ നല്ല മണമാണ്, ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ നോക്കുക, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നല്ലതാണ്. എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ തൈ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിച്ചൊന്ന് നട്ട് നോക്കുക അല്ലേ? ഇപ്പോഴാണ് നമുക്ക് ഇത്രയും കൂടുതൽ പിടിച്ചു അതല്ലേ? ഈ വർഷമാണോ ഇത്രയും ചക്ക? 4 പിടിച്ചാൽ 1 പെട്ടു പോകുമായിരുന്നു, അങ്ങനെ 3 ഒക്കെ കിട്ടുമായിരുന്നു. ഇപ്പം 10 പിടിച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണി ഇരിക്കുക. ഓരോന്ന് നോക്കി നോക്കി വെച്ചേക്കുമല്ലേ? അതെ, ഇത്ര കാ പിടിച്ചു, അതൊരു സന്തോഷമല്ലേ? ഇങ്ങനെ ഇങ്ങനെ കാത്തിരിക്കുന്നത് എല്ലാം നോക്കി നോക്കി എണ്ണി വെച്ചേക്കും. അപ്പോൾ കൊള്ളാം, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളൊരു ഫ്രൂട്ട്സിൻ്റെ മരം നട്ടിട്ടെ അതിനകത്തുനിന്ന് ഒരു കായ അല്ലെങ്കിൽ പൂവ് ഒക്കെ ഉണ്ടായി കാണുമ്പം നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ അത് ഒരു പ്ലാവൊക്കെ നട്ട് നമുക്ക് അതിനകത്തുനിന്ന് ചക്കയൊക്കെ പറിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ? ഇതാകുമ്പോൾ നമുക്ക് കയ്യെത്തും ദൂരത്തുനിന്ന് പറിച്ചെടുക്കാം. അപ്പം എന്തായാലും ഞാൻ ഈ പ്ലാവ് വെട്ടുന്നതൊന്നുമില്ല, മണ്ടയൊന്നും വെട്ടത്തൊന്നുമില്ല. എത്രത്തോളം വളരുന്നു അത്രത്തോളം വളരട്ടെ. ഇപ്പം എന്തായാലും ഞാൻ ഈ പ്ലാവിനെ പ്രൂൺ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നതൊന്നുമില്ല. എത്രത്തോളം വളരുന്നു അത്രത്തോളം വളരട്ടെ. നമുക്ക് കൈയെത്തുന്ന ദൂരത്തല്ലെന്നുണ്ടെങ്കിൽ തോട്ട വെച്ചെങ്കിലും നമുക്ക് അടർത്താമല്ലോ. അപ്പം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചിരിക്കുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. നിങ്ങൾക്കിത് പ്രൂൺ ചെയ്തപ്പം ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ഉള്ളതൊന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കെല്ലാം ഒന്ന് പ്രയോജനപ്പെടുമല്ലോ. അപ്പോൾ നമ്മുടെ വിയറ്റ്നാം മെർലി കണ്ടല്ലോ. അപ്പോൾ ഇത്രയും നല്ലതായിട്ട് കായ്ച്ച് നിൽക്കുകയാണ്. അപ്പോൾ നല്ലൊരു പ്ലാന്റാണ് വിയറ്റ്നാം മെർലി പ്ലാവ്. അപ്പോൾ എല്ലാവരും നട്ട് നോക്കുക, നല്ല അഭിപ്രായങ്ങൾ പറയുക. എപ്പോഴും ഇതേപോലെ നമുക്ക് ചക്കയൊക്കെ സീസൺ അല്ലാത്ത സമയത്തും സീസൺ ആകുന്ന സമയത്തും എല്ലാം നമുക്ക് ചക്ക കഴിക്കാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ല കേട്ടോ, വേറെ പല ടൈപ്പുണ്ട്. J33 അങ്ങനെ തേൻവരിക്ക അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ. നമുക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയത്തില്ല. നമ്മളിത് വാങ്ങിച്ച് നട്ടുകൊണ്ട് നമുക്കിതിൻ്റെ പേരറിയാം. വേറെയും കുറേയും കൂടെ നമ്മൾ നട്ടിട്ടുണ്ട്. ഗംലസ്, പിന്നെ തേൻവരിക്ക നട്ടിട്ടുണ്ട്. J33 കൂടെ ഒക്കെ നടണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് പുറകാലം നമുക്ക് നടുന്നുണ്ട്, മഴയൊക്കെ വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വിയറ്റ്നാം മെർലി പ്ലാവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ ഇതുപോലെ നല്ല നല്ല കൃഷികളും കാര്യങ്ങളും കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വിത്തുകളും ഗ്രോ ബാഗുകളും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ മിനീസ് ലൈഫ് സ്റ്റൈൽ ചെക്ക് ചെയ്ത് നോക്കുക. സീസണായിട്ടാണ് നമ്മൾ എല്ലാ മാസവും സീഡ്സ് ഇറക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇനി മുതൽ പുതിയൊരു സംഭവം കൊണ്ടുവരാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാ മന്തും അതിൻ്റേതായ റിലേറ്റഡ് സീഡ്സ് എന്ന് വെച്ചാൽ ജനുവരി കൃഷിക്ക് വേണ്ടിയുള്ള ഒരു ജനുവരി കൃഷി കിറ്റായിട്ട് നമ്മൾ ഇനി ഇറക്കാൻ പോവാണ്. നമ്മുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക്. അപ്പോൾ വറി ചെയ്യേണ്ട വരത്തില്ല, ഏതൊക്കെ കൃഷിയാണ് ആ മാസം ചെയ്യേണ്ടത് അതിൻ്റെ വിത്തുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇപ്പോൾ അടുത്തെന്താ നമ്മുടെ വരാൻ പോകുന്ന വിഷു. അപ്പോൾ വിഷുവിന് വേണ്ടിയുള്ള വിത്തുകളായിരിക്കും ഫെബ്രുവരി കൃഷികൾ നമ്മൾ തരുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ടും വാങ്ങിക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ വിഷമില്ലാത്ത പച്ചക്കറികൾ നിങ്ങളുടെ വീട്ടിൽ ആക്കിയെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.